അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അവൾ അടുക്കളയിലേക്ക് നടന്നു. ഉമ്മയും കൂടെ ഉണ്ടായിരുന്നു. ബാങ്ക് കൊടുത്തതും സുലൈമാൻ എഴുന്നേറ്റു. നിസ്കരിച്ച് വൈകാതെ വീണ്ടും കിടന്നു. ഇനി ഏരക്ക് പ്രതീക്ഷിച്ചാൽ മതി. കുളിയും പ്രാതലും ഡ്രസ്സിങ്ങും ഒക്കെ തീർക്കാൻ അരമണിക്കൂർ തന്നെ ധാരാളം. എത്ര നേരത്തെ കിടന്നാലും രാവിലെ ഒന്ന് മയങ്ങും. ഇതൊരു ദുശീലമാണെന്ന് സുലൈമാൻ തന്നെ പറയാറുണ്ട്. ഗൾഫിൽ നിന്നും കിട്ടിയ ഈ രീതി മാറ്റിയെടുക്കാൻ പറ്റുന്നില്ലത്രേ. ഉച്ചയുറക്കത്തിനും ഇതേ ന്യായീകരണം കാണും. അനീസക്കാണെങ്കിൽ രണ്ടും പതിവില്ല. അവൾ ആ നേരത്ത് പുസ്തക വായനയിലോ വീട്ടുപണിയിലോ മുഴുകുകയാണ് ചെയ്യുക. പ്രഭാതമായതോടെ അതിഥികളൊക്കെ എത്തിത്തുടങ്ങി. സുലൈമാന്റെ പെങ്ങന്മാർ, അടുത്ത കുടുംബക്കാർ, അനീസയുടെ വീട്ടുകാർ, അയൽവാസികൾ ഓരോരുത്തരുടെയും സ്വീകരിച്ചു. കുശലം പറഞ്ഞു. അനീസ ഓടി നടന്നു. ഒരു പോള കണ്ണടക്കാത്തതിൻ്റെ അലോസരം മുഖത്തു പ്രതിഫലിച്ചിരുന്നു. വേഗം കുളിച്ചു വന്നെങ്കിലും മ്ലാനത വിട്ടുമാറിയില്ല. 8 മണി. ഇറങ്ങാൻ സമയമായി. സ്ത്രീകളൊക്കെ അനീസയെ പൊതിഞ്ഞു യാത്രാമംഗളം നേരുന്നു. കുശലങ്ങൾ പറഞ്ഞു അവർ വീടിനെ ബഹളമയയാക്കി. ഉസ്താദിന്റെ ദുആ കഴിഞ്ഞപ്പോൾ സുലൈമാൻ എല്ലാവരോടും ഒറ്റ വാക്കിൽ യാത്ര പറഞ്ഞു. അനീസക്ക് വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. കണ്ണുകൾ സജലങ്ങളായി. പെറ്റുമ്മ അവളെ സമാധാനിപ്പിച്ചെങ്കിലും ഭർത്തൃമാതാവിനെ ചേർത്ത് പിടിച്ചപ്പോൾ ശരിക്കും വിങ്ങിപ്പൊട്ടി. കരൾ പറിച്ചെടുക്കുന്ന വേദന. ഇനി എന്നാണ് നമ്മൾ കണ്ടുമുട്ടുക? ആ കണ്ണുകൾ പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു. എയർപോർട്ടിലെത്തിയപ്പോൾ പരിഭ്രമം തോന്നാതിരുന്നില്ല. പുത്തൻ കാഴ്ചകളിൽ ലയിച്ച് അവൾ എല്ലാം മറക്കാൻ ശ്രമിച്ചു. ക്ലിയറൻസ് കഴിഞ്ഞ് പുറപ്പെടാനുള്ള സമയം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒരു പുതിയ ലോകത്തെത്തിയതുപോലെ തോന്നി. വിശാലമായ ഏരിയ, നിരത്തിയിട്ട എയർപോർട്ട് ചെയറുകൾ, ഗ്ലാസിനപ്പുറത്ത് ലാൻഡ് ചെയ്ത വിമാനം കാണാം. ചിലത് വന്നിറങ്ങുന്നു, മറ്റു ചിലത് പറന്നുയരുന്നു. എത്രയോ തവണ കൊതിച്ച ആകാശ പേടകത്തിൽ കയറാൻ ഇനി മിനിറ്റുകൾ മാത്രം. ദുബായിയെക്കുറിച്ചുള്ള വർണ്ണ സ്വപ്നങ്ങൾ അകതാരിൽ മിന്നി മറയാൻ തുടങ്ങി. ആ ആഹ്ലാദത്തിൽ എല്ലാ സങ്കടങ്ങളും മറന്നു. പ്രിയതമൻ്റെ കൂടെ ഒരു സ്വർഗലോകത്തേക്ക് സഞ്ചരിക്കുകയാണെന്നും ഞാൻ വലിയ ഭാഗ്യവതിയാണെന്നും അവൾ ഉള്ളുകൊണ്ട് മന്ത്രിച്ചു കൊണ്ടിരുന്നു. അനീസ, നമുക്കൊരു ചായ കുടിക്കാം. തൊട്ടടുത്ത ടീ പോയിന്റിൽ നിന്നും സുലൈമാൻ ആവി പറക്കുന്ന 2 ചായയുമായി വന്നു. കൂടെ സ്നാക്സും ഉണ്ടായിരുന്നു. ഇവിടെ ബാത്റൂം സൗകര്യമുണ്ട്. വിമാനത്തിൽ കയറിയാൽ അല്പം ബുദ്ധിമുട്ടാ തുടക്കക്കാർക്ക്. ഇപ്പോൾ വീട്ടിൽ നിന്നും വന്നതല്ലേയുള്ളൂ പറഞ്ഞെന്ന് മാത്രം. 4 മണിക്കൂർ കഴിഞ്ഞ് വിമാനമിറങ്ങാൻ. വിമാനത്തിലും എയർപോർട്ടിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവൻ ചെറു വിശദീകരണം നൽകി. എന്തായാലും വിൻഡോ സീറ്റിനടുത്തുള്ള സീറ്റ് കിട്ടണമെന്നായിരുന്നു അവളുടെ പ്രാർത്ഥന. പുറം കാഴ്ചകൾ ആസ്വദിക്കാമല്ലോ. പുറപ്പെടാൻ നേരമായി. യാത്രക്കാരെ ക്ഷണിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റ് മുഴങ്ങിയപ്പോൾ അവൾ കോരിത്തരിച്ചു. കാത്തിരുന്ന ആകാശയാത്രയ്ക്ക് ഇനി നിമിഷങ്ങൾ മാത്രം. ഉള്ളിൽ ആഹ്ലാദത്തിന്റെ തിരമാലകൾ ആർത്തലക്കുന്നുണ്ടായിരുന്നു. ആദ്യ രാത്രിയുടെ കൗതുകം അനീസയെ പൊതിഞ്ഞു. വിമാനം ഉയരും മുമ്പേ എയർ ഹോസ്റ്റേഴ്സിന്റെ നാടകം കണ്ട് അവൾക്കു ചിരി വന്നു. അപകടം പിണഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ ആർക്കാണ് നേരം കിട്ടുക? റബ്ബേ, അപകടത്തിലൊന്നും അകപ്പെടുത്താതെ കാത്തുകൊള്ളണേ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാസാ വമാ കുന്നാ. കൃത്യസമയത്തു തന്നെ ആകാശ പേടകം ഉയർന്നു. താഴെ നാട് ഒരു പൊട്ടുപോലെ മറയുന്നത് അവൾക്ക് കാണാമായിരുന്നു. അതിലെവിടെയായിരിക്കും തൻ്റെ വീട്? ഒരുപക്ഷെ ഉമ്മ നോക്കി നിൽക്കുന്നുണ്ടാവും ഇപ്പോൾ. ഇതിനു മുമ്പൊക്കെ ഇക്ക യാത്രയാവുന്ന ദിവസം എത്ര നേരം ആകാശത്തേക്ക് നോക്കി നിന്നിട്ടും ഞാൻ ഒരു ഹുങ്കാര ശബ്ദത്തിൽ പറന്നകലുന്ന വിമാനത്തിനു നേരെ എത്രയോ തവണ കൈവീശിയിട്ടുണ്ട്. കടലിനു മുകളിലൂടെയാണ് ഇപ്പോൾ വിമാനം പറക്കുന്നത്. ബോട്ടുകളും മറ്റും കറുത്ത ബിന്ദുക്കൾ പോലെ തോന്നിച്ചു. വീണ്ടും ഉയരത്തിലെത്തിയപ്പോൾ മേഘക്കൂട്ടങ്ങളെ അവൾ അടുത്തു കണ്ടു. കുറേ പഞ്ഞിക്കെട്ടുകൾ അങ്ങുമിങ്ങും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആദ്യം കാണുന്ന ആകാശ കാഴ്ചകളിൽ നിന്ന് അവൾ കണ്ണെടുത്തതേയില്ല. അപ്പോഴേക്കും ഭക്ഷണങ്ങളുമായി വിമാന ജോലിക്കാർ അടുത്തെത്തി. സീറ്റിനോട് ചേർന്ന സെപ്റ്റീസിൽ അത് നിരത്തി വെച്ചു. അവർ നീങ്ങി. കുറേ പൊതികളും സ്പൂണുകളും
എങ്ങനെ കഴിക്കണമെന്നായി അറിയാതെ വിഷമിക്കുമ്പോൾ സുലൈമാൻ മുഖത്ത് ചിരി പൊട്ടി. ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി പാർട്ട് 3ൽ ഇൻഷാല്ല അടുത്തൊരു ദിവസം വീഡിയോയിൽ വിടാം. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക. ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം.